ഹലോ ഗായ്സ്, നമുക്കൊന്നൊരു സ്പെഷ്യൽ മുട്ട അവിയൽ വെച്ചാലോ? എൻ്റെ അമ്മായിയമ്മയുടെ പുതിയ കണ്ടുപിടുത്തോ. ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് വെക്കാം. ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് മുട്ട പുഴുങ്ങാൻ വയ്ക്കാം. എന്നിട്ട് കുറച്ച് ചക്കക്കുരുവും കുറച്ച് മുരിങ്ങയ്ക്കയും കൂടെ ചെത്തി കഴുകി അരിഞ്ഞ് അതെടുക്കാം. അതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഉപ്പുമൊക്കെ ഇട്ട് അതും കൂടെ വേവിക്കാൻ വയ്ക്കാം. എന്നിട്ട് കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജീരകം, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഇതൊക്കെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ പച്ചമുളക് അരയ്ക്കത്തില്ല അവിയലിൽ, പക്ഷെ ഇവിടെ അരയ്ക്കും. അതിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് മുരിങ്ങയ്ക്കയും മറ്റേ ചക്കക്കുരുവൊക്കെ അപ്പോഴത്തേക്ക് വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. ഈ സമയം നമ്മുടെ മുട്ട ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു മുട്ട കുഞ്ഞിന് കൊടുത്തതിൻ്റെ മഞ്ഞക്കറി ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടെ പൊടിച്ച് ഈ ഗ്രേവിയിൽ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം മുട്ടയൊക്കെ പൊളിച്ചെടുത്തിട്ട് അത് രണ്ടായിട്ട് കീറി ഈ കറിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ കുറച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും അമ്മ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എന്തായാലും മുട്ട ചേർത്ത് വെക്കുമല്ലേ, ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എന്ന്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് മല്ലിയില ഇച്ചിരിയേ ഉള്ളായിരുന്നു, ഒരു ശകലത്തിന്. അത് നമ്മൾ ഉള്ളത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ മസാല കൂട്ടിനകത്തിലെ മറ്റേ വയണയില ഉണ്ടല്ലോ, അതിൻ്റെ അകത്തുനിന്നൊരു ശകലവും, പിന്നെ സ്റ്റാർ, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുരുമുളക്, ഇതിനെല്ലാം കുറേശ്ശെ എടുത്തിട്ട് നല്ലതായിട്ട് ഇടിച്ച് ചതച്ച് അതും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേക മണം അതിന്. പരീക്ഷണക്കറിയാണെങ്കിൽ അടിപൊളിയായിരുന്നു, അപാര ടേസ്റ്റായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പരീക്ഷണക്കറിയുമായി വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.